രണ്ടുപേരെ നടത്തത്തിനേൽ നമ്മൾ പിടികിട്ടിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എന്താ പേര്? എൻ്റെ പേര് വെങ്കടേഷ്. എവിടെയാ? ഇവിടെ തന്നെ വോട്ടറാണ്. വഴുതക്കാട് താമസിക്കുന്നു. വാർഡ് ഏതാ? ഞാൻ വഴുതക്കാട് വാർഡ്. വഴുതക്കാട്. എങ്ങനെയുണ്ട് ഇലക്ഷന്റെ ഓരോ ചൂടൊക്കെ എങ്ങനെയുണ്ട്? ആയല്ലോ, നല്ല ചൂടായി വരികയല്ലേ. എല്ലാവരും ക്യാമ്പയിനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പാർട്ടിക്കാരും നമ്മുടെ സമീപിക്കുന്നുണ്ട്. കഴിഞ്ഞോ എല്ലാ സ്ഥാനാർത്ഥികളും വീട്ടിൽ വന്ന് വോട്ട് തേടി കഴിഞ്ഞോ? എല്ലാവരും ആയിട്ടില്ല. അതിന്റെ ഓൺ ദ വേ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കൊരു മുതിർന്ന വോട്ടറും പിന്നെ ഒരു യങ് വോട്ടറും വേറെ കാര്യമുണ്ട്. ഞാൻ ഡൽഹി ഇലക്ഷൻ കമ്മീഷനിൽ ജോലിയിട്ടുള്ള ആളാണ്. എത്ര കൊല്ലം എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് അവിടെയാണ്. കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഏത് വർഷം വരെ കമ്മീഷനിലുണ്ടായി? അല്ല, ഞാൻ 85 to 87 2-3 years ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇവിടെ വന്നു. ഇവിടെ മകളാണ്. പേര് മേഘ. വോട്ടില്ലേ? ഉണ്ട്. ആദ്യത്തെ വോട്ടാണോ? കഞ്ഞി വോട്ടാണോ ഇത്? ഇല്ല, രണ്ടാമത്തെ. ചെയ്തു. എങ്ങനെയാണ് ഒരു യുവമുഖം എന്നുള്ള രീതിയിൽ ഒരു കൗമാരത്തിന്റെ ഒരു ഇലക്ഷൻ ഒരു അഭിപ്രായം എങ്ങനെയാണ്? എന്ത് നോക്കിയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? വികസനമാണോ, കേരളത്തിന്റെ പൊളിറ്റിക്സ് ആണോ, അല്ലെങ്കിൽ പ്രാദേശിക വികസനമാണോ? കേരളത്തിന്റെ വികസനം തന്നെയാണ് നോക്കുന്നത്. അപ്പോ എല്ലാം നോക്കിയിട്ടേ വോട്ട് ചെയ്യുന്നുള്ളൂ ഇപ്രാവശ്യം. അതായത് നാടിന് വേണ്ടി എന്ത് ചെയ്തു അല്ലെ, മുന്നണികൾ എന്ത് ചെയ്തു എന്ന് നോക്കി വോട്ട് ചെയ്യുന്നുള്ളൂ. പാർട്ടി ബേസ് ചെയ്തല്ല, ആ ആളെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടാണ്. അതാണ്. എന്താണ് കോർപ്പറേഷനിലെ ഒരു വികസനത്തിന്റെ കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? കോർപ്പറേഷനിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ, ഞാൻ ഒന്നാമത് ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്യുന്ന മനുഷ്യനാണ് പല സ്ഥലങ്ങളിൽ. അപ്പോൾ എനിക്ക് ഐ ക്യാൻ കമ്പയർ പല സ്ഥലം കമ്പാരിസൺസ് ഉണ്ട്. അതുകൊണ്ട് ആക്ച്വലി നമുക്ക് വളരെ നല്ല നാടാണ് നമ്മുടേത്. കുറച്ചുകൂടി നല്ല രീതിക്ക് വികസനം മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് പൊളിറ്റിക്സ് വേണം. പൊളിറ്റിക്സ് ഇല്ലാതെ ജീവിതമില്ല, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും അതും എല്ലാത്തിനും ഒരു അതിർത്തി ഉണ്ടല്ലോ, ഒരു അതിരുണ്ടല്ലോ. ഇവിടെ ഒരുപാടായി പോകുന്നത് എനിക്കങ്ങനെ. അതായത് വികസനത്തെ തടയിടുന്ന തരത്തിൽ പൊളിറ്റിക്സ് വേണ്ട. അത് അങ്ങനെ വേണ്ട. അതാണ് എൻ്റെ അഭിപ്രായം. അങ്ങ് ഇലക്ഷൻ കമ്മീഷനിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ്. ഇപ്പോൾ SIRന്റെ ഒരു സമയം കൂടിയാണ്. അപ്പൊ SIRന്റെ ഈ നടപടിക്രമങ്ങൾ, അതുണ്ടാക്കുന്ന ആശങ്കകൾ, BLOമാരുടെ പ്രശ്നം, അതൊക്കെ എങ്ങനെ കാണും? നമ്മൾ നാടിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ വർക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ ഞാൻ ഇലക്ഷൻ കമ്മീഷനിൽ ഇതുപോലെ SIRനൊക്കെ 86, 87 അവിടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആൾക്കാരുടെ കൂടെ ഓരോ ചേരികളിലൊക്കെ പോകുന്നു, അവരൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നു. ഈ രാവിലെയൊക്കെ നമ്മുടെ കൂടെ അതായത് ഈ ഇലക്ഷൻ കമ്മീഷൻ ഒരു ചെറിയ ബോഡിയാണ്, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ദരിയാ കഴിഞ്ഞ് പല എക്സ്ചേഞ്ച് ആൾക്കാരെ എടുത്തിട്ട് അവരെ നമ്മളാണ് കൊണ്ടുപോകുന്നത്. 2-3 വാനിലൊക്കെ പോകുന്നു, നമ്മൾ കൂടെ ഓഫീസിൽ നിന്ന് വേണമല്ലോ. അപ്പോൾ അവരെല്ലാം ചെയ്യുമ്പോൾ ഇത് രാവിലെ തുടങ്ങി രാത്രി വരെ പ്രോസസ്സ് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നാടിന് വേണ്ടിയാണ്. പക്ഷേ സാർ, എന്താന്ന് വെച്ചാൽ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് വേണമായിരുന്നു എന്നതാണ്. അത് വളരെ വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. സംഭവിച്ചു. അതിനോട് എഗ്രി ചെയ്യുന്നു. വേണ്ടിയിരുന്നില്ല എന്നാണ് അഭിപ്രായം. മാറ്റിവെക്കാമായിരുന്നു, വേണമെങ്കിൽ ഒരല്പസമയം കൂടി കുറച്ച് വേണമെങ്കിൽ നീട്ടാമായിരുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ അത് ഇതിൽ നിർബന്ധമില്ല. പക്ഷെ അത് നമുക്ക് പറഞ്ഞാൽ വേണം, ഷുവറായിട്ട് വേണം. ഏത് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പോ ഗൾഫ് എവിടെ പോയി താമസിച്ചാൽ നമ്മൾ 30-40 വർഷം നമ്മൾ അവിടുത്തെ സിസ്റ്റം വോട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത് രാജ്യങ്ങളുടേതായ ഒരു എല്ലാവരും അത് വേണം. അത് എന്താണ് SIRനെ കുറിച്ചുള്ള അഭിപ്രായം? SIR ഫോം ഫിൽ ചെയ്തോ? ഇല്ല, എനിക്ക് അതിനെ പറ്റി വലിയായിട്ട് അറിയാം. താങ്ക് യു സോ മച്ച്. അപ്പോ